മലയാള സിനിമയിൽ പൃഥ്വിരാജിൻ്റെ കുടുംബം, ഇന്ദ്രിയത്തിൻ്റെ കുടുംബം, ഈ രണ്ടു പേരുടെ കുടുംബം സിനിമയിൽ പൂർണ്ണമായി ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. പേരിന് പേര്, പ്രശസ്തിക്ക് പ്രശസ്തി, പണത്തിനാണെങ്കിൽ യാതൊരു പഞ്ഞവുമില്ല. കോടാനുകോടികൾ സമ്പാദിച്ചിരിക്കുന്നു. മല്ലികയെയും സുകുമാരൻ്റെയും മക്കൾ കൂടുതൽ പ്രശസ്തരായിരിക്കുന്നു. ഈ കൊടുമുടിയിൽ ഇവരെ എത്തി നിൽക്കുമ്പോൾ അവിടേക്ക് ഇവരെ എത്തിച്ച ഒരാളുണ്ട്. അവരുടെ ആ മാന്യ മഹതിയുടെ പേരാണ് മല്ലിക സുകുമാരൻ. പിന്നീട് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ വിളിച്ച വെല്ലുവിളികൾ, ആ വെല്ലുവിളികൾ സ്വീകരിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങൾ, ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആരെയും കുറ്റം പറയാം. ഇപ്പോൾ വഴിയെ നമ്മൾ നടന്നു പോകുമ്പോൾ പാവപ്പെട്ട പട്ടിക്കുച്ചികളുണ്ടായിരിക്കാം, അല്ലേ? ചിലപ്പോൾ തമാശ ഒരൊറ്റ കാലുകൊണ്ടൊരടി പെയ് 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 എന്നുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും. അതേ സ്ഥാനത്ത് വലിയ വീടുകളിൽ, കിടക്കകളിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും വളരുന്ന പട്ടികളുമുണ്ട്. ഈ പട്ടികളെ നമുക്ക് പട്ടിയെന്ന് വിളിക്കാൻ പറ്റുമോ? ഒരു കല്ലെടുത്തെറിയാൻ പറ്റുമോ? എന്തെങ്കിലും പേരുദോഷം പറയാൻ പറ്റുമോ? അപ്പോൾ സ്ഥാനവും വളർച്ചയുടെ ഘട്ടങ്ങളൊക്കെ പ്രത്യേകമുണ്ട്. അതുപോലെ തന്നെയാണ് സിനിമയിലെ ചില ആൾക്കാർ. കുടുംബനാഥൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സിനിമയിൽ ആർക്കും ആരെയും എന്തും ചെയ്യാം, വിളിക്കാം, എവിടെയും കയറി മേയാൻ ശ്രമിക്കാമെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ചിലരൊക്കെ വാടി വീഴും, ചിലരൊക്കെ ഫൈറ്റ് ചെയ്യും. ഓടാ പുല്ലേ, നിനക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തൻ്റെ ഇടവർ നിന്നോട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പടവെട്ടി മുന്നേറും. അങ്ങനെ മുന്നേറിയ ഒരു വനിതയാണ് മല്ലിക സുകുമാരൻ. അവർ വെറും ഒരു സിനിമക്കാരിയല്ല. പലരും കാണുന്ന മല്ലിക സുകുമാരൻ സിനിമക്കാരിയായി കോളേജിൽ പഠിക്കുമ്പോൾ അഭിനയിച്ചു, പിന്നെ സിനിമയിൽ പോയി എന്നുള്ളതല്ല. മലയാള സാഹിത്യത്തിലെ, സാഹിത്യ തറവാട്ടിലെ ആ ഒരു കുടുംബമാണ് അവരെന്ന് ആലോചിക്കണം. അവരുടെ സഹോദരൻ അമേരിക്കയെ വളരെ പ്രശസ്തനായ ഡോക്ടറാണെന്ന് ആലോചിക്കണം. ഇവിടെ മനുഷ്യ സ്നേഹിയാണ്, പല കാര്യം അറിയാം. ഇവർ അഭിനയ ഭ്രാന്ത് മൂത്ത് അഭിനയിക്കാൻ പോയി എന്നൊരു സത്യമാണ്. അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം നന്നായിരുന്നു. അതിനിടയിലാണ് സുകുമാരൻ, തൻ്റെടിയായ സുകുമാരൻ്റെ ഭാര്യ ആയത്. അവിടെ അഭിനയം നിർത്തി. പിന്നെ സുകുമാരന് വേണ്ടി ജീവിച്ചു. സുകുമാരൻ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു. മല്ലിക തന്നെ പലപ്പോഴും പറയാനുണ്ട്, പലരും കാശ് സമ്പാദിച്ചുകൊണ്ട് വിദേശ പര്യടനം നടത്തിക്കൊണ്ട് പണമെല്ലാം നഷ്ടപ്പെടുത്തുമ്പോൾ എൻ്റെ സുഖേട്ടൻ എനിക്കും മക്കൾക്കും വേണ്ടി ഈ സമ്പാദിച്ച രൂപ കൊണ്ട് പല സ്ഥലത്തും സ്ഥലവും വീടുകളും ഫ്ലാറ്റുകളും എല്ലാം വാങ്ങിക്കൂട്ടുകയായിരുന്നു എന്നുള്ളത്. അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ അഭിമാനം ഉണ്ടല്ലോ, ആ അഭിമാനത്തിന് ഒരു പെട്ടെന്ന് ഒരു വിടവാണുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മരണം. ആ മരണത്തിന് മുമ്പിൽ ഞെട്ടിത്തരിച്ചു പോയി. 2 കുട്ടികളും വിദ്യാർത്ഥികളാണ്. എത്രയായാലും ശക്തിയൊക്കെ ചോർന്നു പോകും. അവിടുന്ന് ചോർന്നു പോകാതെ ആ ശക്തിയിൽ തൻ്റെ 2 മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശരി പടവെട്ടി തന്നെയാണ് മല്ലിക സുകുമാരൻ മുന്നോട്ട് നീങ്ങിയത്. തളർന്ന് വീഴു പോകുന്ന അവസരങ്ങളുണ്ടായിരുന്നു. മക്കളെല്ലാം അഭിനയിക്കാൻ വന്നാൽ അവരില്ലായ്മ ചെയ്യാൻ ചിലരൊക്കെ ശ്രമിച്ചു. അവിടെ നിന്നും വീണും കാല് മുറിഞ്ഞും ചോര വന്നുമൊക്കെ ആയാലും അവരൊരു ലക്ഷ്യസ്ഥാനത്തെത്തി. അപ്പം പിന്നെ ഇവർക്ക് എന്താ പറയാനുണ്ടായിരുന്നത്? ഓ, മക്കളൊക്കെ അഭിനയം വരുമ്പോൾ ഇവരുടെ കഥകളെല്ലാം കേൾക്കുന്നു, ഇവർ തീരുമാനിക്കും ഈ ആർക്ക് ഡേറ്റ് കൊടുക്കണമെന്നുള്ളത് എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞു വിചാരിക്കുക. നമുക്ക് ഇപ്പോഴെന്താ കാണുന്നത്? ഇപ്പം സൂപ്പർ സ്റ്റാറുകളുടെ കഥ കേൾക്കുന്ന ആരാ? അവരെ കൂടെയുള്ളവരല്ലേ? ഇപ്പം മോഹൻലാലിനെ കാണുമ്പോൾ ആൻ്റണി ഇല്ലായിരിക്കുമോ? മമ്മൂട്ടിയോട് പറയുമ്പോൾ ജോർജ് ഇല്ലാതിരിക്കുന്നു, ആൻ്റോ ജോസഫ് ഇല്ലാതിരിക്കുമോ? എല്ലാ കാലത്തും അവർക്ക് അവരുടേതായ ചുറ്റുവട്ടങ്ങളുണ്ട്. ഇതൊരു കോടികൾ ചെലവഴിച്ചിട്ടുള്ള ഫിലിം. ആ സിനിമ വരുമ്പോൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കും. ഒരു ഡയറക്ടർ വന്നു, ഈ ഡയറക്ടർ കൊള്ളാവുന്നവനാണോ, വെറുതെ തല വെച്ച് കൊടുക്കണോ എന്ന് ചോദിക്കും. നല്ല കഥയാണ്, തിരക്കഥയാണ്, ഏത് മണ്ടൻ ഡയറക്ടർ വന്നാൽ, ക്യാമറ എവിടെ വെക്കണമെന്ന് അറിയാത്തൊരുത്തം വന്നാൽ അവന് ഡേറ്റ് കൊടുത്ത് പരാജയപ്പെടണോ?
ഇതൊക്കെ സ്വാഭാവികമാണ്. നിലനിൽപ്പ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. വാരി കോരി ആർക്കും ഡേറ്റ് ആരും കൊടുക്കാറില്ല ഇവിടെ. അപ്പോൾ മല്ലികയെക്കുറിച്ചുള്ള ആരോപണം അങ്ങനെ ഉണ്ടായിരുന്നു. മല്ലി ആരോപണങ്ങൾ നിഷേധിക്കുന്ന ഇത്രയോ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ മക്കളുടെ കാര്യം, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മക്കളുടെ കാര്യം ഞാനല്ലാതെ പിന്നെ വഴിയെ പോകുന്നൊരു നോക്കൂ എന്ന് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്കുള്ള ആരോപണമുണ്ട്, ഞാൻ കഥ കേട്ടു, എന്നോടെല്ലാം ഞാൻ കഥ പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇവിടുത്തെ എൻ്റെ മക്കൾ അഭിനയിച്ച സിനിമയിലെ ഏതെങ്കിലും ഒരു സംവിധായകൻ, ഏതെങ്കിലും ഒരു നിർമ്മാതാവ് പറയട്ടെ, മല്ലിക അവരിൽ നിന്ന് കഥ കേട്ടു, അവരോട് കഥ പറയാൻ പറഞ്ഞു എന്ന് ഒരാളെങ്കിലും പറയട്ടെ. അങ്ങനെ പറയാൻ ചങ്കൂറ്റമുള്ളവരാലും വരട്ടെ എന്നുള്ള വെല്ലുവിളി മല്ലിക നടത്തിയിട്ട് കുറേ കാലമായി. നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പം ചോദിച്ചു, ഇത്രയും വേണ്ടിയിരുന്നോ? കാരണം അറിയാതെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? അപ്പോൾ അന്നും മല്ലിക പറയേണ്ട, ഞാൻ അങ്ങനെ കഥ കേൾക്കുന്ന കൂട്ടത്തിലല്ല. എൻ്റെ മക്കൾക്ക് കഥ കേൾക്കാനുള്ള താല്പര്യമുണ്ട്, സെൻസുണ്ട്, സെൻസിബിലിറ്റി എല്ലാം ഉള്ളതാണിത്. പിന്നെ ഞാൻ എന്തിനും അതിലിടപെടുന്നത്? പൃഥ്വിരാജ് ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ കഥ കേട്ടിട്ടല്ല. ആടുജീവിതത്തിൽ അഭിനയിച്ച് ഞാൻ ആടുജീവിതത്തിലെ കഥ കേട്ടിട്ടല്ല. പക്ഷെ ആടുജീവിതത്തിലെ ഒരു കഥാപാത്രത്തെ പോലൊരു ഉഗ്രം കഥാപാത്രത്തെ ഇനി പൃഥ്വിരാജിന് കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന വലിയ വലിയ കഥാപാത്രങ്ങളുണ്ട്. അതൊന്നും മല്ലിക എന്ന ഞാൻ കഥ കേട്ടുണ്ടായതല്ല. എൻ്റെ വെല്ലുവിളി ഇന്നേ വരെ ഒരു സംവിധായകനോ ഒരു നിർമ്മാവോ ഏറ്റുപിടിച്ചിട്ടില്ല. കാരണം അവർക്കറിയാം ഞാൻ ആരോടും കഥ പറഞ്ഞിട്ടില്ല, കഥ കേൾക്കാനിരുന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങളെല്ലാം സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് എറിയാനൊരവസരം കിട്ടുമ്പോൾ നമ്മൾ എറിയാൻ ശ്രമിക്കും. ചിലർക്കത് കൊള്ളും, വേദനിക്കും. ചിലർ ഏറ് വരുന്നുണ്ട് എന്ന് നിർപ്പിച്ചുകൊണ്ട് തന്നെ ആ ഏറിനെ തടഞ്ഞു നിർത്തുമെന്നല്ല, ആ പിടിച്ച കല്ല് തിരിച്ച് അടിച്ച് അവർക്ക് പരിക്കേൽപ്പിക്കും. അതും നടന്നു പോകുന്നുണ്ട്. നമ്മളൊക്കെ കാണുമ്പോൾ ഈ ഇന്ദ്രജിത്ത് ഒരു വലിയ കുഴപ്പമില്ലാതെ ആരോടും ഒന്നും കലഹിക്കാതെ പോകുന്ന ഒരു ചെറുപ്പക്കാരാണത്. പൃഥ്വിരാജ് ചെറുപ്പക്കാരൻ തന്നെയാണ്, കലഹിച്ചിട്ടല്ല. പക്ഷെ ആ ആർജവത്വമുണ്ട്. എന്തും വരട്ടെ, പറയാനുള്ള കാര്യങ്ങൾ നേരെ ചൊവ്വേ ചങ്കൂറ്റത്തോടെ പറയാനുള്ള തൻ്റെ ഇടം പൃഥ്വിരാജിനുണ്ട്. അഭിനയ രംഗത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഇന്ദ്രജിത്താണോ പൃഥ്വിരാജാണോ നന്നായിട്ട് അഭിനയിക്കുക എന്നുള്ളത്? എന്നോട് വിഷമം തോന്നൽ പൃഥ്വിരാജ്. എനിക്ക് പൃഥ്വിരാജിൻ്റെ അഭിനയത്തെക്കാൾ ഇഷ്ടം ഇന്ദ്രജിത്തിൻ്റെ തന്നെയാണത്. എന്ന് വിചാരിച്ച് പൃഥ്വിരാജ് മോശം എന്നുള്ളതല്ല. പക്ഷെ പൃഥ്വിരാജിനേക്കാൾ മുകളിൽ എത്തേണ്ട ഒരു നടനായിരുന്നു ഇന്ദ്രജിത്ത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇന്ദ്രജിത്ത് തൻ്റെ സ്വഭാവത്തിലെ മിതുഭാഷയിത്വം പോലെ തന്നെ സിനിമാ രംഗത്തും ഇങ്ങനെ കിട്ടിയതൊക്കെ മതി, നായകനാകണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞ്. അതായത് ശരിക്കും സുകുമാരൻ്റെ ആ തൻ്റെ ഇടവും ആർച്ചവും കിട്ടിയത് പൃഥ്വിരാജ് തന്നെയാണത്. ഞാനിപ്പോഴും പറയുന്നു, മല്ലികയുടെ സ്വഭാവത്തിന് അംശം കിട്ടിയത് ഇന്ദ്രജിത്തിനാണെന്നാണ്. അപ്പോൾ ഒരു കുടുംബം, ആ കുടുംബം ഇന്ദ്രജിത്തിൻ്റെ ഭാര്യ മക്കൾ, പൃഥ്വിരാജിൻ്റെ ഭാര്യ മക്കൾ, മല്ലികയുടെ മക്കൾ, അവരുടെ കുടുംബം എല്ലാവരും സിനിമയിലാണ്. അങ്ങനെ ഒരു സിനിമാ കുടുംബത്തിന് നേരത്ത് കല്ല് എടുത്ത് എറിയാൻ ശ്രമിച്ചവരുടെ കൈകൾ വേദനിക്കുന്നു, കഴിക്കുന്നു ഒഴിച്ചാൽ ഈ കുടുംബത്തിന് ഇനിയൊന്നും സംഭവിക്കില്ല. കാരണം അവരെല്ലാം അതിജീവിച്ചു കഴിഞ്ഞിരിക്കുന്നു.